അപ്പൊ ചാത്തന്നൂർ നിയമസഭാ സീറ്റിൽ ആരെയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പുതുമുഖങ്ങളായിരിക്കുമെന്നുള്ള സൂചനയാണ് വരുന്നത്. അവിടുത്തെ വേറെ പ്രശ്നമുണ്ട് ജിൽസി. കഴിഞ്ഞവണ വലിയ പ്രതീക്ഷയോടുകൂടി അവർ UDF അവിടെ മത്സരിക്കാനെത്തി, പക്ഷെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. BJPക്കും താഴെ. അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്ന വലിയൊരു കടമ്പയുണ്ട്. അതിന് പുതുമുഖങ്ങളുടെ കരുത്ത് തുണയാകുമോ എന്നൊരു പരീക്ഷണം കോൺഗ്രസ് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി അവിടെ കടന്നു വരാനും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അഖിൽമാരാരുടെ പേരൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അറിയില്ല, അപ്പൊ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമോ എന്ന് കൂടെ നമുക്ക് നോക്കാം. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം. ലിജോ, ഗുഡ് മോർണിംഗ്. ലിജോ, ചാത്തന്നൂർ UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രതീക്ഷയുള്ള സീറ്റല്ല, പക്ഷെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു തോന്നൽ ഈ ഘട്ടത്തിൽ UDFനുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് പറ്റിയ സ്ഥാനാർത്ഥികൾ ആരെയൊക്കെയാണ് അവർ മനസ്സിലുള്ളത്? ഏതെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? വല്ല സൂചനകളും നൽകാൻ കഴിയുമോ ലിജോ? എന്തോ ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ, ജിൽസി. ഈ ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ എല്ലാ സീറ്റുകളും ഇത്തവണ UDFനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അവരൊരു 6 സീറ്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ വിജയിക്കുമെന്ന് ഉറപ്പിക്കാത്ത ഒരു സീറ്റുകൾ ഒന്നിൻ്റെ കൂട്ടത്തിലാണ് ചാത്തന്നൂർ ഉള്ളതെങ്കിൽ പോലും നേരത്തെ അവർ വിജയിച്ചിട്ടുണ്ട്. 2001 അവിടെ പ്രതാപവർമ്മ തമ്പാൻ അവസാനം അവിടെ വിജയിച്ച ഒരു സീറ്റായിരുന്നു. അത് തിരികെ വേണമെങ്കിൽ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുവമുഖത്തെ, പുതുമുഖമായിട്ടുള്ള ഒരു യുവമുഖത്തെ, ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ അവിടേക്ക് മത്സരിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ്, UDF അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കനകൂല് നടത്തിയ സർവേയിലും അത്തരത്തിലൊരു യുവമുഖത്തെ നിർത്തിക്കഴിഞ്ഞാൽ മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതിൽ 4 പേരുകൾക്കാണ് പ്രധാനമായും മുൻഗണന നൽകുന്നത്. ഒന്ന് RS അബിനാണ്. അതായത് മയ്യനാട് പഞ്ചായത്തിലെ നിലവിലെ പഞ്ചായത്ത് അംഗമാണ്, നേരത്തെ പഞ്ചായത്ത് അംഗമായിരുന്നു. മയ്യനാട് പഞ്ചായത്തിന്റെ ഭരണം പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളിൽ ഒരാളായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവാണ്. അതായത് കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് RS അബിൻ. ആ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് മയ്യനാട് പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ അനുകൂല ഘടകങ്ങൾ നിരവധിയുണ്ട്. മറ്റൊരു പേരെന്ന് പറയുന്നത് വിഷ്ണു സുനിൽ പന്തളമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. സാമുദായിക സമവാക്യങ്ങൾ പലതും വിഷ്ണു സുനിലിന് അനുകൂലമാണ്. അതുകൊണ്ട് വിഷ്ണുവിന്റെ പേരും അവിടേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കൊല്ലം ജില്ലയിൽ നിന്ന് നൽകിയിരിക്കുന്ന പേരുകളിൽ കൊല്ലത്ത് ഒരു സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന പേര്, ഒറ്റ പേരെന്ന് പറയുന്നത് വിഷ്ണു സുനിലിൻ്റെതാണ്. അത് കൊല്ലം ചാത്തന്നൂർ, ആദ്യം കൊല്ലം സീറ്റാണ് ചോദിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ ചാത്തന്നൂർ എന്നാണ്. കൊല്ലത്തിൽ നിലവിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാത്തന്നൂരിൽ പരിഗണിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊരു പേരെന്ന് പറയുന്നത് നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ കൊല്ലം ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന അരുൺരാജിന്റെ പേരാണ്. ജില്ലാ പഞ്ചായത്തിൽ വലിയ ഒരു സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത്തവണ വിജയിച്ചു വരികയും ചെയ്തത്. ഈ 3 പേരുകൾ ഓരോ പുതുമുഖങ്ങളാണ്, യുവാക്കളാണ്. അവർക്ക് പരിഗണന നൽകാതെ സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ കാര്യം, ആ ഒരു സീറ്റ് എന്ന് പറയുന്നത്, ചാത്തന്നൂർ സീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാമുദായിക സമവാക്യങ്ങൾക്ക് അവിടെ SNDPക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഈഴവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വോട്ട് ബാങ്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് വരണമെന്നുണ്ടെങ്കിൽ നെടുങ്ങോള്ളം രഘുവിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും അത്തരത്തിലൊരു പേര് പറഞ്ഞു കേട്ടാണെങ്കിൽ പോലും ഈ MP സീറ്റിൽ പ്രേമചന്ദ്രന് വേണ്ടി മാറിക്കൊടുത്തത് കൊണ്ട് പീതാംബരക്കുറുപ്പിനെ അവിടെ മത്സരിപ്പിക്കാമെന്നുള്ള ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. അങ്ങനെ പീതാംബരക്കുറുപ്പ് കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സീറ്റാണ്. അവിടെ 3ാം സ്ഥാനത്തേക്കാണ് UDF ചെന്നെത്തപ്പെട്ടത്. അപ്പോൾ ആ 3ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നത് വലിയ ശ്രമപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ യുവമുഖങ്ങളെ അവിടെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ, മണ്ഡലം പിടിക്കാൻ കഴിയുന്ന യുവമുഖങ്ങളെ ഇറക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരു സംസ്ഥാന നേതാവിനെ തന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതാവിനെ മത്സരിപ്പിക്കണമെന്നൊരാവശ്യവും കോൺഗ്രസിന്റെ പ്രധാന ജില്ലയിലെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ 4 പേരിൽ ഒരാൾ തന്നെയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ 17,000-ന് മുകളിലാണ് അവിടുത്തെ GS ജയലാലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 3 ടേം ആവുന്നത് കൊണ്ട് തന്നെ GS ജയലാലിനെ അവിടെ നിന്നും CPI സ്വാഭാവികമായി മാറ്റും. ചടയമംഗലത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ളതും മന്ത്രിയായിട്ടുള്ള ചിഞ്ചുറാണി തന്നെ ഒരുപക്ഷെ ഇവിടേക്ക് വന്ന് മത്സരിക്കാനും സാധ്യത. എന്തായാലും കൊല്ലം ജില്ലയിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ചാത്തന്നൂർ എന്ന് പറയുന്നത്. BJP ശക്തമായ ഒരു സ്വാധീനമുണ്ട്. അവരുടെ ദക്ഷിണ മേഖല ചുമതലയുള്ള നിയമസഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര
അത്ര പ്രതീക്ഷയില്ല. കഴിഞ്ഞ തവണ മൂന്നാമതായി പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ പക്ഷേ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം പുതുമുഖങ്ങളെ കൂടെ കൊണ്ടുവന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വലിയ പരീക്ഷണങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുക.